നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കാൻ ഇത്തവണ അരുണിമയും. താൻ മത്സരിച്ചാൽ വിജയം ഉറപ്പെന്ന് അറിവുള്ളവരാണ് വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നതെന്ന് അരുണിമ മനോഹരൻ. പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ബോധവൽക്കരണ റാലിയും ലഘുലേഖ വിതരണവും നടത്തി. കേരള റെയിൽവേ പോലീസ്, RPF എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാപ്പിത്തോടിന് കുറുകെ ബോക്സ് കൽവേർട്ടിന്റെ നിർമ്മാണം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ അമ്പലപ്പുഴ MLA H. ഇസ്ലാമിന്റെ ഇടപെടൽ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ മനുഷ്യക്കാല് കണ്ണൂർ സ്വദേശിയുടേതെന്ന് പ്രാഥമിക നിഗമനം. ബ്ലഡ് സാമ്പിൾ അടക്കം ശേഖരിച്ചുള്ള DNA പരിശോധനയും നടക്കുമെന്നും അധികൃതർ. ബുധനാഴ്ച രാവിലെ 9:15ഓടെയാണ് ട്രാക്കിൽ അറ്റനിരയിലുള്ള കാൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കാൻ ഇത്തവണ അരുണിമയും. താൻ മത്സരിച്ചാൽ വിജയം ഉറപ്പെന്ന് അറിവുള്ളവരാണ് വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നതെന്ന് അരുണിമ മനോഹരൻ പറഞ്ഞു. പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അരുണിമ മനോഹരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയപ്പാടുകൂടെയും മമതയോടെയും വിദ്വേഷമോ കൂടാതെ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. താൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ചിലർ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അരുണിമ മനോഹരൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളക്ടറേറ്റിലെത്തി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അരുണിമ. ട്രാൻസ്ജെൻഡർ എന്നത് ഒരു വിഭാഗം മാത്രമല്ല. കോടതിയുടേതടക്കം വിധിയുടെ അടിസ്ഥാനത്തിൽ സർജറി കഴിഞ്ഞ ഒരു ട്രാൻസ് വിമണിന് അവരുടെ രേഖകളിൽ സ്ത്രീയായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സർജറിക്ക് ശേഷം ജില്ലാ കളക്ടർ അടക്കം എല്ലാ രേഖകളിലും താൻ സ്ത്രീയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതായും അരുണിമ പറഞ്ഞു. എന്നാൽ ചിലരുടെ ഭയം മൂലമാണ് വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും അരുണിമ മനോഹരൻ വ്യക്തമാക്കി. വയലാർ ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമല്ലെന്നും ഇപ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന താൻ വിജയിക്കുമെന്നും അരുണിമ കൂട്ടിച്ചേർത്തു. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമുള്ള ആളുകളല്ല. അതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരുണ്ട്, മെയിലുണ്ട്, ഫീമെയിൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്, ഇന്റർസെക്സ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം പരമോന്നത സുപ്രീം കോടതിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ബിൽ പ്രകാരം സർജറി കഴിഞ്ഞ ഒരു ട്രാൻസ് വുമണിന് അവരുടെ രേഖകളിൽ സ്ത്രീയാക്കി കോടതിയും നെൽസ ജഡ്ജ്മെന്റും പറയുന്നുണ്ട് സെൽഫ് ഡിക്ലറേഷൻ ആണ് ഐഡന്റിറ്റി എന്ന്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ജില്ലാ കളക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന എന്റെ സർജറിക്ക് ശേഷമുള്ള രേഖകളിൽ പോലും സ്ത്രീ എന്നുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. എല്ലാ രേഖകളിലും സ്ത്രീയാണ്. അപ്പം ഈ മറ്റാളുകൾക്ക് ഭയം കൊണ്ടാണ് അവർ ഈ ഓരോ കാര്യങ്ങളും ഈ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ പറയുന്ന മണ്ഡലത്തിൽ ജയിക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. തന്റെ കുടുംബത്തോടൊപ്പവും പാർട്ടി നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവുമാണ് അരുണിമ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലെത്തിയത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ബോധവൽക്കരണ റാലിയും ലഘുലേഖ വിതരണവും നടത്തി. കേരള റെയിൽവേ പോലീസ്, RPF എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി ബോധവൽക്കരണ റാലിയും റെയിൽ യാത്രക്കാർക്ക് ലഘുലേഖ വിതരണവും നടത്തി. കേരള റെയിൽവേ പോലീസിന്റെയും RPFന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ശുഭയാത്ര സുന്ദരയാത്ര എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച പരിപാടി കേരള റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ K. ബിജോയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടായാൽ, ഒരു അനിഷ്ട സംഭവം ട്രെയിനിൽ വെച്ചുണ്ടായാൽ നിങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്, നിങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത്,
നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫോൺ നമ്പറാണ് ഉപയോഗപ്രദമാവുക, ഇത്യാദി കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വല്ലപ്പോഴും മാത്രം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് ട്രെയിനിൽ മിസ്സായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമുണ്ടായാൽ നിങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ MS അസ്ലം, ലജനത്ത് സ്കൂൾ SPC ഓഫീസറും അധ്യാപികയുമായ P അനീഷ്യ, അനസ്, റെയിൽവേ സബ് ഇൻസ്പെക്ടർ സാനു, റെയിൽവേ ഇന്റലിജൻസ് ASI സുനിൽകുമാർ, RPF ASI A അജിമോൻ, SPC വിദ്യാർത്ഥികൾ എന്നിവർ ബോധവൽക്കരണ പരിപാടിയിൽ സംബന്ധിച്ചു. ട്രെയിൻ യാത്രക്കിടെ അപരിചിതരുടെ കയ്യിൽ നിന്നും ഭക്ഷണപാനീയങ്ങൾ വാങ്ങിക്കഴിക്കരുത്. യാത്രക്കാർ അവരുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിവ അലക്ഷ്യമായി വെച്ച് ഉറങ്ങാതിരിക്കുക. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ നിന്നുള്ള യാത്ര ഒഴിവാക്കുക. ഓടുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങുകയോ കയറുകയോ ചെയ്യാതിരിക്കുക തുടങ്ങിയതടക്കമുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖയാണ് യാത്രക്കാർക്ക് വിതരണം ചെയ്തത്. കാപ്പിത്തോടിന് കുറുകെ ബോക്സ് കൽവേർട്ടിന്റെ നിർമ്മാണം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ അമ്പലപ്പുഴ MLA H. ഇസ്ലാമിന്റെ അടിയന്തര ഇടപെടൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാക്കാഴം കാപ്പിത്തോടിന് കുറുകെ ബോക്സ് കൽവേർട്ടിന്റെ നിർമ്മാണം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ H. ഇസ്ലാം MLAയുടെ ഇടപെടൽ. കക്കാഴം റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ബോക്സ് കൽവേർട്ടിന്റെ പണി ആരംഭിച്ചതോടെയാണ് കമ്പിവളപ്പുൾപ്പെടെയുള്ള നിരവധി വീടുകളിൽ കാപ്പിത്തോട് കരകവിഞ്ഞൊഴുകി വെള്ളം കയറിയത്. കൽവേർട്ടിന്റെ അടിത്തറയുടെ നിർമ്മാണത്തിന് ബണ്ട് സ്ഥാപിച്ചതോടെയാണ് കാപ്പിത്തോട്ടിൽ ഒഴുക്ക് നിലച്ചത്. ഇതാണ് നിരവധി വീടുകളിൽ വെള്ളം കയറാൻ കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പരാതി ഉന്നയിക്കുകയും പണി തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിഷയം പ്രോജക്ട് ഡയറക്ടറുമായി ഫോണിൽ സംസാരിക്കുകയും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് MLA ആവശ്യപ്പെടുകയും ചെയ്തു. അതോറിറ്റിയുടെ PDയുമായി ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹം കൂടി ഇവിടെ വന്ന് ലെവൽ കൂടി നോക്കിയതിന് ശേഷം നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് നിർമ്മിക്കാൻ ആവശ്യമായൊരു കാര്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പഴയ ബ്രിഡ്ജിൻ്റെ താഴെ ഇപ്പോൾ നിർമ്മിച്ചേക്കുന്നത് തന്നെ അതിൻ്റെ വെള്ളത്തിനടിയിലുള്ള സ്ട്രക്ചർ ഇത്തിരി ഉയർന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിന് ഭാഗമായിട്ട് വെള്ളപ്പൊക്ക സമയത്തെല്ലാം വലിയ പ്രയാസം കപ്പുകളൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗത്ത് വരികയും വീട്ടിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നേരത്തെ നിർമ്മിച്ചു പോയൊരു കാര്യമായിട്ട് പൊളിക്കാൻ സ്വാഭാവികമായിട്ട് കഴിയില്ല. അതിനോട് ചേർന്ന് ഇപ്പോൾ നിർമ്മിക്കുന്നത് അതിനേക്കാൾ നിർമ്മിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഒരു പൂർണ്ണമായ പ്രയാസം നമുക്ക് സംഭവിക്കും എന്നുള്ളത്. തുടർന്ന് H. ഇസ്ലാം MLA സ്ഥലവും സന്ദർശിച്ചു. പുതുതായി നിർമ്മിക്കുന്ന കൽവേർട്ടിന്റെ അടിത്തറ പരമാവധി താഴ്ത്തി നീരൊഴുക്ക് തടസ്സപ്പെടാതെയുള്ള നിർമ്മാണം നടത്തണമെന്ന് MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത വിഭാഗം പ്രോജക്ട് ഡയറക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് MLA ഈ നിർദ്ദേശം നൽകുകയായിരുന്നു. കൺസൾട്ടിംഗ് പ്രതിനിധി CR രാജേഷ്, നിർമ്മാണ കമ്പനി പ്രതിനിധി G. ഷിബു എന്നിവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ മനുഷ്യക്കാല് കണ്ണൂർ സ്വദേശിയുടേതെന്ന് പ്രാഥമിക നിഗമനം. ബ്ലഡ് സാമ്പിൾ അടക്കം ശേഖരിച്ചുള്ള DNA പരിശോധനയും നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 9:15ഓടെയാണ് ട്രാക്കിൽ അറ്റനിലയിലുള്ള കാല് കണ്ടെത്തിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ റെയിൽ ട്രാക്കിൽ കണ്ടെത്തിയ കാല് കണ്ണൂർ സ്വദേശിയുടേതെന്ന് പ്രാഥമിക നിഗമനം. ഈ മാസം 17-ന് ട്രെയിൻ തട്ടി മരണപ്പെട്ട കണ്ണൂർ എടക്കാട് സ്വദേശി മനോഹരന്റെ കാല് ഭാഗം വേർപെട്ടു പോയിരുന്നു. പിന്നീട് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ ട്രാക്കിൽ നിന്നും അഴുകിയ നിലയിലുള്ള കാൽഭാഗം കണ്ടെത്തിയ വിവരമറിഞ്ഞ് കണ്ണൂർ റെയിൽവേ പോലീസ് ആലപ്പുഴ റെയിൽവേ പോലീസിനെ ബന്ധപ്പെട്ടു. തുടർന്നാണ് ആലപ്പുഴ റെയിൽ ട്രാക്കിൽ കണ്ട കാൽഭാഗം മനോഹരന്റേത് തന്നെയെന്ന് നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് കാല് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് മരണപ്പെട്ട മനോഹരന്റെ കാല് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തും. കണ്ണൂരിൽ നിന്നുള്ള സാമ്പിൾ ശനിയാഴ്ച ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും. തുടർന്ന് ഇവിടുന്ന് എടുത്ത സാമ്പിൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുമെന്നും അധികൃതർ പറഞ്ഞു. നവംബർ 17-ന് കണ്ണൂരിൽ നിന്നുള്ള സർവീസ് പൂർത്തിയാക്കിയാണ് മെമു ട്രെയിൻ 18-ന് രാവിലെ 9 മണിയോടെ ആലപ്പുഴ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും 9:15ഓടെ കൊല്ലം ഭാഗത്തേക്ക് മെമു നീങ്ങിയതോടെ ക്ലീനിംഗ് ജോലിക്കായി എത്തിയ തൊഴിലാളികളാണ് ട്രാക്കിൽ അറ്റനിലയിലുള്ള കാൽഭാഗം കണ്ടത്.
വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ്, RPF ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് കാല് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഈ വർഷത്തെ ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവം ഈ മാസം 24 മുതൽ 28 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരത്തിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം ഈ മാസം 24 മുതൽ 28 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10 വേദികളിലായി 8000-ഓളം വിദ്യാർത്ഥികൾ 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളാണ് പ്രധാന വേദി. മത്സരവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഈ മാസം 22-ന് ലിയോ 13 ഹൈസ്കൂളിൽ നടക്കും. 24-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങ് ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. ലിയോ 13 HS, ലിയോ 13 LP, കർമ്മസദൻ ഹാൾ, മുഹമ്മദൻസ് ഗേൾസ് HSS, മുഹമ്മദൻസ് ബോയ്സ് HSS ഹാൾ, മുഹമ്മദൻസ് LPS, സെയിന്റ് ആന്റണീസ് HS, TD HSS, സെയിന്റ് ആന്റണീസ് LPS, സെയിന്റ് ജോസഫ്സ് LPS എന്നിവിടങ്ങളിലായി വേദികൾ ഒരുക്കിയത്. മത്സരത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം CMSLP കോമ്പൗണ്ട് സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു. കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, ER ഉദയകുമാർ, അനസം അഷ്റഫ്, DR സജിത് ലാൽ, R രാധാകൃഷ്ണ പൈ, മീരാദാസ്, രാഹുൽ ബാനു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവം നമ്മുടെ ഈ മാസം 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടക്കുകയാണ്. ഏകദേശം 10ഓളം വേദികളിൽ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. 8000-ഓളം വിദ്യാർത്ഥികൾ ഈ 5 ദിവസങ്ങളിലായി നമ്മുടെ ഈ കലാമാമാങ്കത്തിന് മത്സരാർത്ഥികളാകും. ലിയോ 13 സ്കൂൾ പ്രധാന വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 22-ാം തീയതിയാണ് രജിസ്ട്രേഷൻ ലിയോ 13 സ്കൂളിൽ വെച്ച് നടത്തും. 24-ാം തീയതി 2 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 75,000 മാത്രമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക 75,000 രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർക്ക് 1,50,000 രൂപയും ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയുമാണ് പരമാവധി ചെലവഴിക്കേണ്ട അനുവദനീയ തുകയെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തീയതിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടുന്ന തീയതിക്കും ഇടയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ വഹിച്ചതോ അധികാരപ്പെടുത്തിയതോ ആയ എല്ലാ ചെലവുകളുടെയും പ്രത്യേകം കണക്ക് സൂക്ഷിക്കേണ്ടതാണ്. ചെലവ് കണക്കിൽ ചെലവ് നടന്ന തീയതി, ചെലവിന്റെ സ്വഭാവം, നൽകിയതോ നൽകേണ്ടതോ ആയ തുക നൽകിയ തീയതി, കൈപ്പറ്റിയ ആളിന്റെ പേര്, മേൽവിലാസം, വൗച്ചറിന്റെ സീരിയൽ നമ്പർ എന്നിവ അടങ്ങിയിരിക്കണം. ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കുമാണ് തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഓൺലൈനായി സമർപ്പിക്കാൻ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മൊഡ്യൂൾ എന്ന സോഫ്റ്റ്വെയർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിലൂടെ സ്ഥാനാർത്ഥികൾക്ക് സ്വയം ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് ചെലവ് കണക്കുകൾ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സമർപ്പിക്കാവുന്നതാണെന്നും കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കാൻ ഇത്തവണ അരുണിമയും. താൻ മത്സരിച്ചാൽ വിജയം ഉറപ്പെന്ന് അറിവുള്ളവരാണ് വ്യാജ ആരോപണങ്ങൾ പടച്ചുവിടുന്നതെന്ന് അരുണിമ മനോഹരൻ. പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ബോധവൽക്കരണ റാലിയും ലഘുലേഖ വിതരണവും നടത്തി. കേരള റെയിൽവേ പോലീസ്, RPF എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാപ്പിത്തോടിന് കുറുകെ ബോക്സ് കൽവേട്ടിന്റെ നിർമ്മാണം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ അമ്പലപ്പുഴ MLA H. ഇസ്ലാമിന്റെ ഇടപെടൽ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ 2ാം നമ്പർ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ മനുഷ്യക്കാല്
കണ്ണൂർ സ്വദേശിയുടേതെന്ന് പ്രാഥമിക നിഗമനം. ബ്ലഡ് സാമ്പിൾ അടക്കം ശേഖരിച്ചുള്ള DNA പരിശോധനയും നടക്കുമെന്നും അധികൃതർ. ബുധനാഴ്ച രാവിലെ 9:15 ട്രാക്കിൽ അറ്റനിരയിലുള്ള കാൽ കണ്ടെത്തിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.